പോളിംഗ് കണക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ നോക്കൂ, പ്രതീക്ഷ 37% ചേലക്കരയിൽ 34.4 വയനാട്ടിൽ. അതായത് പോളിംഗ് വളരെ വളരെ ഊർജ്ജസ്വലമായി ജനങ്ങൾ അതിൽ കുറവ് കാണിക്കുന്നത് മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ അല്ലെ, അവിടുത്തെ വയനാട് ഉൾപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ 3 മണ്ഡലങ്ങളിലും ശക്തമായ പോളിംഗ് ഉണ്ട്. അതിൽ തന്നെ ഏറനാടാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് വയനാട്ടിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറനാട് ഇതിനോടൊപ്പം തന്നെ 37.9 ആയി കഴിഞ്ഞിരിക്കുന്നു പോളിംഗ് ശതമാനം. ഇംതിയാസ് കരീം വിവരങ്ങളുമായി. ഇംതിയാസ്, ഊർജ്ജസ്വലമായി ജനങ്ങൾ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്നു. ദേശീയ പ്രാധാന്യമുള്ള പ്രിയങ്ക ഗാന്ധിയുടെ കന്നി മത്സരം നടക്കുന്ന മണ്ഡലമാണ് വയനാട്. അത്യുത്സാഹപൂർവ്വം ഇപ്പോഴും പോളിംഗ് ബൂത്തുകളിൽ നീണ്ട നിരയാണോ? എന്താണ് ബൂത്തുകളിൽ കാണുന്നത്? അഭിലാഷേ, തീർച്ചയായും ഊർജ്ജസ്വലമായ ഒരു വോട്ടിംഗ് രീതി തന്നെയാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഒരു 11 മണി വരെ നമ്മൾ പോയ നിലമ്പൂരിലെ ഒരു പോളിംഗ് ബൂത്തിൽ, അതുപോലെ തന്നെ ഏറനാട്ടിലെ മുണ്ടേരിയിലെ ഒരു LP സ്കൂളിൽ, ഇവിടെയെല്ലാം കാര്യമായിട്ട് തന്നെ നീണ്ട വരികളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ഉച്ച സമയമായപ്പോഴേക്ക് ഇത്തരത്തിൽ ബൂത്തുകളിലെല്ലാം ആളുകളുടെ നീണ്ട വരികളൊന്നും ഇല്ല. ഒരുപക്ഷെ അത് ഉച്ച സമയമായതുകൊണ്ടാണ്. ഒരുപക്ഷെ ഒരു 3 മണി സമയത്തേക്കൊക്കെ എത്തുമ്പോൾ കൂടുതൽ ആളുകൾ പക്ഷേ വോട്ട് ചെയ്യാനായി ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഏറനാട് മണ്ഡലത്തിലെ എടവണ്ണയിലെ പത്തപ്പിരിയം GLPS സ്കൂളിലാണ്. ഇവിടെയാണ് ഇന്ന് രാവിലെ PK ബഷീർ MLA കുടുംബസമേതം എത്തി വോട്ട് ചെയ്തത്. അവിടെ ഇപ്പോൾ അത്തരത്തിൽ കാര്യമായ തിരക്കുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു 3 മണി സമയമാകുമ്പോഴേക്കും ഒരു പക്ഷേ ഇവിടേക്ക് കൂടുതൽ ആളുകൾ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പം നിലവിൽ ഏറനാട്ടിലാണ് ഏറ്റവും കൂടുതൽ നിലവിൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലമ്പൂരിൽ ഒരു പക്ഷേ അത്രത്തോളം എത്തിയിട്ടില്ല. കഴിഞ്ഞ തവണത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ നിലമ്പൂരിൽ തന്നെയായിരുന്നു ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നത്. ഏറനാട്ടിൽ ഒരു പക്ഷേ വലിയ ഒരു പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരുന്നു. ആ രീതിയിൽ ഏറനാട്ടിലും വണ്ടൂരിലും നിലമ്പൂരിലും കാര്യമായി തന്നെ ഇപ്പോൾ പോളിംഗ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലമ്പൂർ മേഖലയിലെ ആദിവാസി മേഖലകളായ പുഞ്ചക്കൊല്ലി, അതുപോലെ തന്നെ മുണ്ടേരി വനമേഖലകളിലൊക്കെ മറ്റു ആ വനമേഖലകളിൽ പ്രത്യേക ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അവിടെയുള്ള ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരെയെല്ലാം പ്രത്യേക വാഹനങ്ങളിലും മറ്റുമായി ഇത്തരം ബൂത്തുകളിലേക്ക് എത്തിക്കാനുള്ള സജീവമായ പരിപാടികൾ 3 മുന്നണികളും ആ രീതികളിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. ഒരു പക്ഷേ അവരെല്ലാം കാര്യമായി ബൂത്തുകളിലേക്ക് എത്തിത്തുടങ്ങിയാൽ, ബൂത്തുകളിൽ എത്തിക്കഴിഞ്ഞാൽ വോട്ടിംഗ് ശതമാനം വീണ്ടും വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന പോലെ 5 ലക്ഷം എന്ന ഒരു മാജിക് നമ്പർ, അതായത് 5 ലക്ഷം കഴിയണം ഭൂരിപക്ഷം എന്നാണ് കോൺഗ്രസ് ക്യാമ്പുകൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴത്തെ പോക്കാണെങ്കിൽ എന്തായാലും ഒരു 80 ക്രോസ് ചെയ്യുക, അല്ലെങ്കിൽ 80-നോട് അടുത്തെങ്കിൽ മാത്രമേ ആ നില പ്രതീക്ഷിക്കാൻ കഴിയുകയുള്ളൂ. റൂറൽ മേഖലയിലൊക്കെ എങ്ങനെയാണ്, ആദിവാസി മേഖലയിലൊക്കെ പോളിംഗ്, എന്തൊക്കെ പ്രതീക്ഷകളാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്ന പ്രതികരണങ്ങളിലൂടെയൊക്കെ? നേരത്തെ ഇവിടെ വോട്ട് ചെയ്യാനെത്തിയ PK ബഷീർ MLA സംസാരിച്ച സമയത്ത് പ്രിയങ്ക വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നൊരു വലിയ ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. സ്ത്രീകളുടെ പ്രാതിനിധ്യം, സ്ത്രീകൾ കാര്യമായി തന്നെ ഇത്തവണ വോട്ടിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. സ്ത്രീകളുടെ വോട്ടെല്ലാം പ്രിയങ്കക്ക്, അത് CPM-ൽ നിന്നാണെങ്കിൽ പോലും ഒരു പക്ഷേ വോട്ട് കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം. പക്ഷേ അത് ഏത് രീതിയിലാണ് വന്ന് ഫലിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വോട്ടെണ്ണൽ ദിനത്തിൽ മാത്രമേ പറയാൻ സാധിക്കൂ. നമ്മൾ പ്രിയങ്ക ഗാന്ധിയുടെ എല്ലാ പരിപാടികളിലും, എല്ലാ പ്രചാരണ പരിപാടികളിലും കണ്ടത് ഏറ്റവും കൂടുതൽ സ്ത്രീ പ്രാതിനിധ്യമായിരുന്നു. വളരെ വൈകാരികമായ രീതിയിൽ കുടുംബത്തെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, സ്ത്രീകളെക്കുറിച്ചൊക്കെ സംസാരിച്ച പ്രിയങ്ക ഗാന്ധി ആ രീതിയിലായിരുന്നു പ്രചാരണ പരിപാടികളിലെല്ലാം തന്നെ ജനങ്ങളോട് സംസാരിച്ചിരുന്നത്. അവിടെയുള്ള സ്ത്രീകളോടെല്ലാം സംസാരിച്ചിരുന്നത് കുടുംബത്തെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, വയനാടിൻ്റെ ദുരന്തങ്ങളെക്കുറിച്ചെല്ലാം അതിവൈകാരികമായി സംസാരിച്ച് ജനങ്ങളെ കയ്യിലെടുക്കാവുന്ന തരത്തിലുള്ള പ്രസംഗങ്ങളായിരുന്നു നടത്തിയിരുന്നത്. ഒരുപക്ഷെ അതൊക്കെ ഏത് രീതിയിൽ പ്രതിഫലിക്കും, അത് വോട്ടായി മാറുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടറിയേണ്ടത് തന്നെയാണ്. തന്നെ പ്രതികരിക്കുന്നു ജനങ്ങൾ പോളിംഗിനോട് എന്നുള്ളത് എന്തായാലും ജനാധിപത്യ പ്രക്രിയയിൽ വിശ്വസിക്കുന്ന എല്ലാവരെ സംബന്ധിച്ചും ആശ്വാസകരമാണ്. നന്നായി നടക്കട്ടെ പോളിംഗ്, അടിച്ച് കയറി വരട്ടെ പോളിംഗ് എന്ന് വിചാരിക്കാം.